ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സാറാ മേഡത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞ ആശ്വാസത്തിലായിരുന്നു ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരനോടൊപ്പം നിന്ന വക്കീല് ചന്ദ്രശേഖരനോട് പറഞ്ഞത് ഇത്രയും ദിവസം സാറാ മേഡത്തെ ജയിലിൽ കിടത്താൻ പാടില്ലായിരുന്നു എന്നതായിരുന്നു. അപ്പോഴാണ് അരികിലേക്ക് എത്തിയ സാറ ചന്ദ്രശേഖരനോട് ചോദിച്ചത്, എന്താ ചന്ദ്രശേഖര, സുഖമല്ലേ തനിക്ക്? അത് കേട്ടതും ചന്ദ്രശേഖരനാകെ വിഷമത്തോടെ സാറയെ നോക്കിയപ്പോ ചന്ദ്രശേഖരൻ പറഞ്ഞു, ചന്ദ്രശേഖരനോട് സാറ പറഞ്ഞു, അല്ല, എനിക്ക് അങ്ങനെ നിങ്ങളോട് ചോദിക്കാമല്ലോ, പക്ഷേ നിങ്ങൾക്ക് തിരിച്ചെന്നോട് അങ്ങനെ ചോദിക്കാൻ കഴിയില്ലല്ലോ. എന്താണെങ്കിലും ജയിൽവാസം എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. എത്ര ദിവസം കിടന്നു എന്നതിനേക്കാൾ ഉപരി ആ ജയിലിൽ കിടത്തിയല്ലോ ഇത്രയും നാളും. ഈ സാറയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഏടുണ്ടായിട്ടില്ല. എന്നാൽ ഈ സാറയെ ആ വിധത്തിലേക്ക് എത്തിച്ച രണ്ട് മക്കളുണ്ടല്ലോ, എങ്ങനെ പിള്ളേർക്കൊക്കെ സുഖമല്ലേ എന്ന് സാറ അന്വേഷിച്ചതും ചന്ദ്രശേഖരൻ ഞെട്ടലോടെ സാറയെ നോക്കി. ഉടനെ സാറ പറഞ്ഞു, വേറെ ആരുമല്ല, എന്നെ ജയിലിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തന്നില്ലേ, അവരുടെ കാര്യം ഞാൻ ചോദിച്ചത്. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറഞ്ഞു, സാറ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സാറയോട് ഇങ്ങനെ ഒരു ചതി കാണിച്ച് അവർക്കുള്ള തിരിച്ചടി അത് നമുക്ക് കൊടുക്കാം. അതിനുള്ള പോംവഴിയും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. സാറ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് സാറ പറഞ്ഞാൽ മതി. അവരുടെ ജീവൻ എടുക്കണമെങ്കിൽ അങ്ങനെയും ആകാം എന്ന് പറഞ്ഞപ്പോ, ഏയ്, ഞാൻ അങ്ങനെ അങ്ങ് ഇല്ലാതാക്കാൻ അവരെ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചതിന് കൃത്യമായ ഒരു പ്രതികാരം, അതും എൻ്റെ മനസ്സിൽ തെളിഞ്ഞിരിക്കുന്നത് അവളുടെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ ആ പ്രതികാരം വീട്ടണമെന്ന ചിന്താഗതി തന്നെയാ ഇപ്പോ മനസ്സിൽ. അങ്ങനെ ഒരു ക്രൂരതയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സാറ അറിയിച്ചു. എന്തായാലും സാറയുടെ സന്തോഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ അത് ഏത് രീതിയിൽ വേണമെന്ന് സാറ പറഞ്ഞാൽ മതി, എന്തിനും താൻ തയ്യാറാണ് എന്ന് ചന്ദ്രശേഖരൻ സാറയ്ക്ക് വാക്കു നൽകുന്നു. അതിനുശേഷം ചന്ദ്രശേഖരനോടൊപ്പം സാറ പുറപ്പെട്ടു. ഈ സമയത്ത് രാധിക ആകെ വിഷമിച്ചിരിക്കുമ്പോൾ രാധികയുടെ അരികിലേക്ക് എത്തിയ അവിടുത്തെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചപ്പോൾ, ഇതുവരെയായിട്ടും പ്രത്യേകിച്ച് ഓർഡറുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലാത്ത സ്ഥിതിക്ക് കുറച്ചുകൂടി ഒന്ന് കാക്കേണ്ടി വരുമെന്നും താമസിയാതെ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തേണ്ടി വരുമെന്നുമായിരുന്നു രാധിക വിഷമത്തോടെ അവരെ അറിയിക്കുന്നത്. ആ സമയത്തായിരുന്നു രാധികയുടെ ഫോണിലേക്ക് ഒരു കോള് എത്തിയത്. രാധിക കോൾ അറ്റൻഡ് ചെയ്തതും, ഇപ്പോൾ ആറ്റുവാശ്ശേരി സദ്യ അങ്ങനെ പഴയതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും സജീവമായിട്ടില്ലല്ലേ എന്ന് ചോദ്യമായിരുന്നു വന്നത്. ഇല്ല എന്ന് രാധിക വിഷമത്തോടെ അറിയിച്ചപ്പോൾ, എന്നാൽ താൻ വിളിച്ചത് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനാണെന്നും നിങ്ങളുടെ ആറ്റുവാശ്ശേരി സദ്യയിൽ എന്താ വീഴ്ച സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു 100 സദ്യ, 100 ഊണ്, അതിനാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത്. ഒരു ചെറിയൊരു വിവാഹം, അതിൻ്റെ ആഘോഷത്തിനൊക്കെയാണ് ഈ 100 സദ്യ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയിച്ചു. എല്ലാം കേട്ടതോടെ രാധിക വളരെ സന്തോഷത്തോടെ പറഞ്ഞു, സാർ എവിടുന്നാണ് വിളിക്കുന്നതും എന്നത്തേക്കാണെന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചോദിച്ചതും, അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഞാൻ പറയുന്നൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുമോ? എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല എന്ന് പറയുമ്പോൾ, അതിനെന്താ സാർ, താൻ എത്താമല്ലോ എന്ന് രാധിക ഉറപ്പ് നൽകി. എന്നാൽ ശരി, ഞാൻ ലൊക്കേഷൻ ഇപ്പോൾ സെൻഡ് ചെയ്തേക്കാം ഈ മൊബൈലിലേക്ക് തന്നെ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കുന്നു. ഉടനെ തന്നെ ഇതെല്ലാം കേട്ട സന്തോഷത്തിൽ രാധിക വേഗം തന്നെ അടുത്ത് നിൽക്കുന്ന മുത്തശ്ശിയോടും അമ്മയോടും തൻ്റെ കൂടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിമാരോടുമായിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഉടനെ തന്നെ നമുക്ക് ഒരു 100 ഊണിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് എന്നറിയിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി. എന്തായാലും ഞാൻ ഉടനെ തന്നെ ആ സാറിനെ പോയി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു രാധിക അകത്തേക്ക് പൂജാമുറിയിലേക്ക് പോവുകയും വേഷം മാറി പോകാനായി റെഡിയാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് രാധികയ്ക്കായി കെണിയൊരുക്കിയ ആ ഗുണ്ട വേഗം ചന്ദ്രശേഖരൻ്റെയും സാറയുടെയും അരികിലേക്ക് എത്തി. സാറേ, ഇപ്പം തന്നെ ആ ലൊക്കേഷനിലേക്ക് അവൾ എത്തും. എന്താ സാറേ, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചതും, ശരി, നീ വിട്ടോ, ഞാൻ പിന്നാലെ വന്നേക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ ഗുണ്ടിയോട് പോയിക്കോളാൻ പറയുമ്പോൾ, അയാൾ പോയി കഴിയുമ്പോഴേക്കും സാറ സംശയത്തോട് ചോദിച്ചു, അയാളെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കുമോ? അയാളെ കണ്ടിട്ട് ഒരു പാവത്താനാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാറയോട് ചന്ദ്രശേഖരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, പാവത്താനാകാനും അല്ലാതെ അവരുടെ ജീവൻ എടുക്കാനുമൊക്കെ അയാൾക്ക് നല്ല വശമാണ്. അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കണ്ട. സാറയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് സാറ പറഞ്ഞാൽ മതി, അത് അയാൾ ചെയ്തു തന്നിരിക്കും എന്ന് സാറയ്ക്ക് ചന്ദ്രശേഖരൻ ഉറപ്പ് നൽകി. ശരി, അയാൾ അങ്ങനെ ചെയ്താൽ നന്ന്, ഇല്ലെങ്കിൽ അയാളുടെ ജീവൻ ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ മനസ്സ് ആ രീതിയിലേക്കൊക്കെ മാറിയിരിക്കുകയാണ് എന്ന് ചന്ദ്രശേഖരനോട് സാറ് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം സാറേയും കൂട്ടി ചന്ദ്രശേഖരൻ ആ ലൊക്കേഷനിലേക്ക് പുറപ്പെടുമ്പോൾ
രാധിക പൂജാമുറിയിൽ അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ ഒപ്പം വന്ന് നിന്ന് ഭഗവാനോട് നന്ദി അറിയിച്ചിട്ട് ഈ പുതിയൊരു ഓർഡറിനായിട്ട് വീണ്ടും ഒരു പുതിയ തുടക്കം വരികയാണെന്നും ആ തുടക്കം ഗംഭീരമാണെന്നും ഇനിയൊരു വീഴ്ച ഞങ്ങൾക്കുണ്ടായാൽ അതൊരു പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം തകർന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് രാധിക പറഞ്ഞതിന് ശേഷം പൂജാമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ തിരി അണഞ്ഞു പോകുന്ന കാഴ്ച കണ്ട് യശോദ ആകെ ആശങ്കയിലായി. മുത്തശ്ശിയോടും രാധികയോടും അതിനെക്കുറിച്ച് പറയുകയും മുത്തശ്ശിയും അപ്പോൾ പറഞ്ഞു, മോളെ, ഇതൊരു നല്ല ശകുനമല്ല. കാരണം ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല, എന്തോ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ശകനം കാണുമ്പോൾ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടെന്ന് മുത്തശ്ശി അറിയിച്ചതോടെ രാധികയും മുത്തശ്ശിയുടെ അഭിപ്രായം കേട്ട് യശോദയും വല്ലാതെ ടെൻഷനല്ലേ. ഉടനെ എന്തായാലും മോൾ തനിച്ചു പോകണ്ട എന്നതായിരുന്നു യശോദാമ്മയുടെയും മുത്തശ്ശിയുടെയും ആവശ്യം. അത് കുഴപ്പമൊന്നുമില്ലെന്നും തനിക്ക് തനിച്ചു പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല, അമ്മയൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ യശോദാമ്മ പറഞ്ഞു, വേണ്ട, ഞാനും കൂടെ വരാം. അങ്ങനെ പറഞ്ഞ് യശോദാമ്മ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തേക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രാധിക പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വരുൺ അവിടേക്ക് എത്തി. എന്താ പ്രശ്നം? എല്ലാവരുടെ മുഖത്താകെ ഒരു വല്ലായിക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വരുൺ അന്വേഷിച്ചപ്പോഴേക്കും കാര്യം എന്താണെന്ന് രാധിക വിശദീകരിച്ചു കൊടുത്തു. ഇത് കേട്ടതോടെ വരുൺ പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതിൽ ആരും വിഷമിക്കേണ്ട. രാധികയ്ക്ക് ഇപ്പോൾ വേണ്ടത് ഒരു സെക്യൂരിറ്റി ഗാർഡിനെയാണ്, അല്ലേ? ഏത് സമയത്തും എന്തിനും തയ്യാറായിട്ട് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഉള്ളപ്പോൾ പിന്നെ എന്തിനാ ഇവിടെ പേടിക്കാനുള്ളത്? ഞാൻ പോയിക്കോളാം രാധികയ്ക്കൊപ്പം. എന്താ അപ്പൊ പിന്നെ മുത്തശ്ശിക്കും അമ്മയ്ക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, എന്താ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോഴും, എടാ പൊന്നുമോനെ, നീ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്ത് പേടിക്കാനാ? സാക്ഷാൽ രാധിക മോളുടെ ഭഗവാൻ കൃഷ്ണനെ തന്നെയല്ലേ മോന്റെ കൈകളിലേക്ക് മോളെ തന്നിരിക്കുന്നത്. പിന്നെ എന്തിനു പേടിക്കാൻ? ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല, രണ്ടുപേരും കൂടെ പൊയ്ക്കോ എന്നറിയിച്ചു. അതെ, ഓർഡറൊക്കെ വാങ്ങിച്ച് രണ്ടുപേരും നേരെ ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഇപ്പൊ തന്നെ എത്താം മുത്തശ്ശി എന്ന് പറഞ്ഞ് വരുണും രാധികയും കൂടി വേഗം സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. വരുണും രാധികയും അവിടുന്ന് പുറപ്പെട്ട് കഴിയുമ്പോഴേക്കും ചന്ദ്രശേഖരനും സാറയും കൂടി ആ ലൊക്കേഷനിലേക്ക് നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ അവർ കാറിൽ കാത്തു നിൽക്കുമ്പോൾ ചന്ദ്രശേഖരനോട് സാറ പറഞ്ഞു, അതെ, ഇപ്പോൾ ഇവിടേക്ക് അവൾ തനിച്ചാ വരുന്നത്. വരുണിനെ വീഴ്ത്തുന്നതിന് മുമ്പ് അവളുടെ തലയെടുക്കുന്ന എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. രാധിക തീർന്നാൽ പിന്നെ വരുണിനെ തീർക്കാൻ നമുക്ക് പ്രയാസമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു ബോണസ് എന്ന് പറയാൻ, അല്ലെങ്കിൽ വേറൊരു പ്രശ്നം എന്തെന്ന് പറയാൻ, ഒരുപക്ഷെ അവൾ തനിച്ച് ഓർഡർ എടുക്കാനായിട്ട് വന്നെന്ന് വരില്ല. കൂടെ അവളോടൊപ്പം ജോലി ചെയ്യുന്ന ആരെങ്കിലും കൂടി ഉണ്ടാവും. സാരയില്ല, മരിച്ച് പരലോകത്തെത്തുമ്പോൾ അവൾക്ക് കൂട്ടായിട്ട് ഒരാൾ കൂടി ഉണ്ടാവേണ്ടേ അവിടെ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും സ്ത്രീ ആയിരിക്കും. ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരനും സാറയും പുഞ്ചിരിച്ചു. അപ്പോഴാണ് അവരുടെ പ്രതീക്ഷകളെ തിരിച്ചുകൊണ്ട് വരുണും രാധികയും കൂടി ആ ലൊക്കേഷനിലേക്ക് വന്നെത്തിയത്. ലൊക്കേഷൻ കൃത്യമായിട്ട് രാധിക ഫോണിൽ നോക്കിയപ്പോൾ ലൊക്കേഷൻ ഇത് തന്നെയാണെന്ന് വരുണിനോട് രാധിക അറിയിച്ചു. പക്ഷെ അയാൾ പറഞ്ഞതുപോലെയുള്ള ഒരു വിവാഹത്തിനായിട്ടുള്ള അറേഞ്ച്മെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ അന്തരീക്ഷമല്ല അതെന്നുള്ള കാര്യം വരുണിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. വരുൺ പറഞ്ഞു, എടോ, ഇത് എന്തൊരു ട്രാപ്പാണ്, നമ്മളെ ആരോ പ്രശ്നത്തിലാക്കാനായിട്ട് ഇവിടേക്ക് വിളിച്ചു വരുത്തിടാം. എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, പോകാമെന്ന് പറഞ്ഞ് വരുണിന്റെ അരികെയും വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ഗുണ്ടകൾ എല്ലാവരും കൂടി അവരെ വട്ടം വളയുന്നു. ഉടൻ തന്നെ വരുൺ രാധികയും ഇതോടെ അവസാനിച്ചു എന്ന സന്തോഷത്തിലായിരുന്നു ചന്ദ്രശേഖരനും സാറയും. എന്തായാലും രാധിക തനിച്ചല്ല, നമ്മൾ ആഗ്രഹിച്ചതുപോലെ വരുൺ തന്നെ കൂടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടിന്റെയും കഥ ഇന്നത്തോടെ തീർക്കണമെന്ന് സാറയും പറഞ്ഞ് അവർ രണ്ടുപേരും പുഞ്ചിരിയോടെ ആ ഒരു കാഴ്ച കാണാനായി ആസ്വദിക്കാനായി കാത്തിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുണിന്റെയും രാധികയുടെയും മുന്നിലേക്ക് ഗുണ്ടകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് ഇപ്പോൾ എല്ലാവരുടെയും ജീവൻ ഇല്ലാതാകുമെന്നുള്ള അവരെ എല്ലാവരും ഈ നിമിഷം തന്നെ തീരുമെന്നുള്ള സന്തോഷത്തിലായിരുന്നു സാറയും ചന്ദ്രശേഖരനും. ഉടൻ തന്നെ വരുണിന്റെയും രാധികയുടെയും നേരെ അവർ പാഞ്ഞെടുക്കുമ്പോഴേക്കും രാധികയും വരുണും ഒട്ടും വിട്ടുകൊടുക്കാതെ ആ ഗുണ്ടകളെ എല്ലാവരെയും നേരിട്ടു. അങ്ങനെ രണ്ടുപേരെയും ചേർന്ന് അവരെ അപായപ്പെടുത്താനെത്തിയ ഗുണ്ടകൾക്ക് സാരമായ പരിക്കുകൾ ഏൽപ്പിച്ചതോടെ അവരുടെ ജീവന് ഹാനിയാവുമെന്ന് അറിഞ്ഞപ്പോൾ അവരവിടുന്ന് രക്ഷപ്പെട്ടു ഓടുകയാണ്. ഒടുവിൽ വരുണും രാധികയും കൂടി വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ സാറയും ചന്ദ്രശേഖരനും സംശയത്തോടെ പരസ്പരം നോക്കി. സാറ ചോദിച്ചു, അല്ല, എന്താ അവർ വേഗം പോയത്? അവരിവിടെ നിൽക്കാതിരുന്ന എന്ത് കാരണത്താലായിരിക്കും ചന്ദ്രു എന്ന് അന്വേഷിച്ചപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അത് പിന്നെ ഇപ്പൊ അടികൊണ്ടവരുടെ സംഘത്തിലുള്ള ബാക്കിയുള്ളവർ അവരോട് പ്രതികാരം ചെയ്യാനായി എത്തുമെന്നുള്ള പേടി കൊണ്ടാണ്, അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ നമുക്കൊക്കെ ഇവിടുന്ന് പോയേക്കാമെന്ന് പറഞ്ഞ് ചന്ദ്രശേഖരനും സാറയും കൂടി ആ ലൊക്കേഷനിൽ നിന്ന് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. മുന്നോട്ട് പോകുന്ന വഴിയിലാണ് ഇടയ്ക്ക് വഴിയിൽ ഒരു വണ്ടി, ഒരു സ്കൂട്ടി കുറുകെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോഴേക്കും സാറ ചന്ദ്രശേഖരനോട് ചോദിച്ചു, ഇത് ആരാ ഈ വഴിയിൽ നറുക്കുകൊണ്ട് നീ വണ്ടി വെച്ചിരിക്കുന്നത് എന്ന് സംശയപ്പെടുമ്പോൾ, ആരെങ്കിലും ആവട്ടെ, ഞാൻ എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ ആ സ്കൂട്ടി എടുത്ത് മാറ്റാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്രശേഖരന്റെ കാറിന്റെ ഹോണടി കേട്ടു.
പെട്ടെന്ന് പിന്തിരിഞ്ഞ ചന്ദ്രശേഖരൻ നോക്കുമ്പോൾ ആ കാറിന്റെ ഹോൺ അടിച്ചുകൊണ്ട് ചന്ദ്രശേഖരനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വരുണും രാധികയും. അങ്ങനെ വരുണിനെയും രാധികയെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ചന്ദ്രശേഖരനും സാറയുമാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അവർ അതിനെക്കുറിച്ച് സംസാരിക്കാനും അങ്ങനെയൊന്നും തങ്ങളെ തീർക്കാൻ നിങ്ങൾക്കാവുകയില്ല എന്നും ഏത് രീതിയിൽ വേണമെങ്കിലും ഞങ്ങളെ തിരിച്ചടിക്കാൻ നിങ്ങൾ ശ്രമിച്ചോളാനും ഇപ്പോൾ രണ്ടുപേരും ഒരു വിധത്തിൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണെന്നും ഇനിയും ഒരിക്കൽ കൂടി ഞങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ ജയിലിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് കൂടി ഒരു ഭീഷണി ഉയർത്തിയിട്ട് വരുണ രാധികയെ അവിടെ നിന്ന് തിരിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് എത്തുന്നു. അവിടെ എത്തിയപ്പോഴേക്കും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകുമോ എന്നൊരു ആശങ്ക മുത്തശ്ശിയുടെയും അമ്മയുടെയും മനസ്സിലുള്ളപ്പോൾ തന്നെ ഓർഡർ കിട്ടിയതിന്റെ വിശേഷം അറിയാനായിരുന്നു അവർ ആഗ്രഹിച്ചത്. എന്നാൽ ഓർഡർ അല്ലായിരുന്നെന്നും ശരിക്കും ഈ അച്ഛനും അമ്മയും മുത്തശ്ശിയും ആശങ്കപ്പെട്ടതുപോലെ തന്നെ രാധികയ്ക്ക് ഒരിക്കൽ ഒരു കെണിയായിരുന്നു അതെന്നുള്ള കാര്യം വരുൺ അറിയിച്ചു. ആരാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് മുത്തശ്ശിയും യശോദാമ്മയും ഒരേ സ്വരത്തിൽ ചോദിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കണിമംഗലം കുടുംബത്തെ തകർത്തെറിയാനായി ആ കുടുംബത്തിൽ വന്ന് പിറന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അമ്മാവനായി കംസൻ ജനിച്ചതുപോലെ ഇവിടെ എൻ്റെ ചെറിയച്ഛനാണ് എന്ന് വരുൺ അറിയിച്ചു. എന്തായാലും ഇവിടെ ഒരുപക്ഷെ അന്നത്തെ സംഭവിച്ചതുപോലെ ഭാരത യുദ്ധത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കേണ്ടി വരുമെന്ന് അറിയിച്ചു. അങ്ങനെ ഒരു അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാൻ പോകുക എന്ന് അറിയിച്ചപ്പോൾ അത് കേട്ട് ഞെട്ടലോടെ നോക്കുകയാണ്. കാരണം അന്ന് ഉണ്ടായത് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സ്വന്തം ബന്ധുക്കൾ തന്നെ എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ അവരുടെ മുഖം നോക്കാതെ യുദ്ധം ചെയ്യുക എന്ന നീതി മാത്രമേ ഇനി ഇവിടെ നടപ്പിലാവുകയുള്ളൂ. ആ മുത്തശ്ശി തന്നെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാനായി വരുൺ ആവശ്യപ്പെട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇനിയും നമ്മുടെ കുടുംബത്തെ ജീവിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ അവനെ കൊന്നു കളഞ്ഞേക്ക്. ചന്ദ്രശേഖരൻ എന്നൊരു മകൻ എനിക്കില്ല എന്ന് ഞാൻ പണ്ടേ തന്നെ തീരുമാനിച്ചതാണെന്നും ഇനിയും നമുക്ക് നേരെയുള്ള അവന്റെ ക്രൂരകൃത്യങ്ങളും ഇതുപോലുള്ള പീഡനങ്ങളും തുടരുകയാണെങ്കിൽ ഇനി അവനെ ജീവിക്കാൻ അനുവദിക്കേണ്ട, ഇനി അവനെ തീർത്ത് കളഞ്ഞേക്കെന്ന് മുത്തശ്ശി തന്നെ വരുണിന് അതിനുള്ള അനുമതി നൽകുന്നു.